തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചവർക്കെതിരെ അല്ലെങ്കിൽ ശ്രമിച്ചവർ 21 മില്യൺ ആണ് ചിലവാക്കിയത്. അവർക്കെതിരെ വിദേശകാര്യ മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആരൊക്കെ പിടിയിലാകും സാർ? വോട്ട് ടേസ്റ്റ് ആണ് വോട്ടെന്ന് പറഞ്ഞുകൊണ്ട് 21 മില്യൺ, അത് 200 കോടി രൂപ ഏകദേശം. കാരണം അത്രയും പൈസ ഇവിടെ കിട്ടിയിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം ഡോച്ച്, അറിയാമല്ലോ, മസ്ക് ആണ് ഇപ്പൊ ഈ എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് തലവൻ, ഗവൺമെന്റ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് എഫിഷ്യൻസി എന്ന് പറയുന്ന അമേരിക്കയിലെ ഡിപ്പാർട്ട്മെന്റ് തലവൻ, അത് അദ്ദേഹമാണ് ഇത് വെളിപ്പെടുത്തിയത്. ഇവിടെ മാത്രമല്ല ബംഗ്ലാദേശിന് കൊടുത്തു, നേപ്പാളിന് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത് ഗവൺമെന്റ് ഒരു അമേരിക്കൻ ഗവൺമെന്റ് നേരിട്ട് നമ്മുടെ ഗവൺമെന്റ് കൊടുക്കുന്നതല്ല, ഇവിടുത്തെ ചില NGOs കൊടുക്കുന്നത്. അപ്പം ഇതിനകത്ത് ആക്ഷേപം വന്നിരിക്കുന്നത് ഇപ്പൊ കോൺഗ്രസിന്റെ പേരിലാണ്. കോൺഗ്രസിന്റെ പേര് വന്നിട്ടുണ്ട്. നമ്മുടെ മൊഹേമോത്ര അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടല്ലോ, പശ്ചിമ ബംഗാളിൽ ഒരു സ്ത്രീയായിട്ടുള്ള MP, അവർ കഴിഞ്ഞ പ്രാവശ്യം ചോദ്യം ചോദിക്കുന്നതിന് 3 കോടി രൂപ മേടിച്ചു. അവരുടെയൊക്കെ പേരിലാണ് ഈ ആക്ഷേപം ഇപ്പൊ വന്നിരിക്കുന്നത്. അപ്പൊ അതുൽ റാത്തി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നില്ല, യൂട്യൂബർ. അപ്പൊ അങ്ങനെ ചില പത്രങ്ങളുടെ ഒക്കെ പേര് വരുന്നുണ്ട്, അത് വ്യക്തതയില്ല. അപ്പം BJP കുറെ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിനും കേന്ദ്ര ഗവൺമെന്റിനും ഒക്കെ വളരെ കൃത്യമായിട്ട് ആരാ മേടിച്ചെന്നൊക്കെ. പക്ഷെ അതിന്റെ ഒരു ആധികാരിക വേണമല്ലോ തന്നെ. അപ്പൊ ചുമ്മാ അങ്ങ് പറഞ്ഞാൽ രാഷ്ട്രീയ ആക്ഷേപം എന്ന് പറഞ്ഞിട്ട് അതിനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു അവസ്ഥ. കഴിഞ്ഞ ദിവസമൊക്കെ ഈ ഫേസ്ബുക്കിൽ കഴിഞ്ഞു മോദി, ഈ അമേരിക്കൻ പ്രസിഡന്റ് ഇത് 3 വട്ടം പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ഇന്ത്യക്ക് 200 കോടി രൂപ കൊടുത്തു. അപ്പം ബൈഡന് അത് ഒരുപക്ഷെ ഇപ്പൊ ഇരിക്കുന്ന ഭരണാധികാരി മാറുന്നതിന് വേണ്ടി ആയിരിക്കും താല്പര്യം. ഏതായാലും ആ പൈസ അവിടുത്തെ തെരഞ്ഞെടുപ്പിനകത്ത് വോട്ടിംഗ് ശതമാനം കൂട്ടുന്നതിന് വേണ്ടിയാണ് കൊടുത്തതെന്നുള്ള രീതിയിലാണ് കാണുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലാണ് പറയുന്നത്, അതായത് വോട്ടേഴ്സിനെ പ്രബുദ്ധരാക്കാൻ വേണ്ടി. അപ്പൊ അത് ബൈഡനെ പ്രബുദ്ധരാക്കേണ്ടത് ഒരുപക്ഷെ മോദിക്കെതിരെയുള്ള വോട്ടർമാരെയാണെന്നൊക്കെ രീതിയിൽ ആക്ഷേപം വന്നിട്ടുണ്ട് അതിനകത്ത്. പിന്നെ ബൈഡനെ നേരിട്ട് പറയാതെ ആ ഫണ്ടുകൾ അനാവശ്യ ഫണ്ടുകളാണ് കണ്ട് നിർത്തലാക്കുന്നു എന്ന് മസ്ക് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാൻ മോദി ഗവൺമെന്റിന് കൊടുത്തു എന്ന് ബൈഡൻ പറയുന്നു. മോദി ഗവൺമെന്റിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് കൊടുത്തു എന്നാണ്, അല്ലെങ്കിൽ മോദിക്ക് കൊടുത്തു, ഇന്ത്യക്ക് കൊടുത്തു. അങ്ങനെ പറയുന്നതിന്റെ അർത്ഥം, അല്ലെങ്കിൽ ഇവിടുത്തെ ചില മാധ്യമം, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരനും അല്ലെങ്കിൽ ഇവിടുത്തെ സുഡാപ്പി കുഞ്ഞുങ്ങളും ഒക്കെ മോദിക്ക് ബൈഡൻ കൊടുത്തു, അപ്പൊ മോദിയാണോ വാങ്ങിച്ചതെന്നുള്ള രീതിയിലൊക്കെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ പ്രചരണം നടത്തുന്നുണ്ട്. അതിനകത്ത് വേറൊരു വലിയ രാഷ്ട്രീയമുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് വേറെ കാര്യമുണ്ടെന്നുള്ള രഘുമാർ മനസ്സിലാക്കുന്നുണ്ട്. മോദിക്ക് കൊടുത്തു എന്ന് വളരെ പരസ്യമായിട്ട് അമേരിക്കൻ പ്രസിഡന്റിനെ കൊണ്ട് ഒരുപക്ഷെ മോദി തന്നെ പറയിച്ചതായിരിക്കാം. കാരണം അതിനകത്തൊരു അന്വേഷണം വരട്ടെ. അന്വേഷണം വരുമ്പോൾ മോദിക്ക് തെളിയിക്കാൻ പറ്റുമല്ലോ. ആ അത്തരത്തിൽ ഇന്ത്യയിൽ മോദി അല്ല മേടിച്ചത്, ഇന്ത്യയിൽ രാഷ്ട്രീയ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ പ്രതിപക്ഷ നേതാവാണ് മേടിച്ചത്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാണ് മേടിച്ചത്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് വിചാരിക്കുന്ന ആൾക്കാരാണ് മേടിച്ചതെന്ന് നാളെ കാലത്ത് അവർക്ക് തെളിയിക്കാൻ പറ്റും. കാരണം പ്രതിപക്ഷ നേതാവിന്റെ പേരിൽ ഈ ആക്ഷേപം വരുന്നതെന്ന് പറഞ്ഞാൽ, പ്രതിപക്ഷ നേതാവ് അതിനു മുമ്പ് ലണ്ടനിൽ പോയി, അല്ലെങ്കിൽ അമേരിക്കയിൽ പോയി. അദ്ദേഹം സംസാരിക്കുന്ന മൊത്തം ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനകത്തെ കുഴപ്പങ്ങളെ പറ്റിയായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് ജനാധിപത്യ സംവിധാനത്തിൽ കൂടിയല്ല. അപ്പൊ അത് മനസ്സിലാവേണ്ട രീതിയിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ആൾക്കാർ പ്രബുദ്ധരാവേണ്ടതുണ്ട്. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനകത്ത് മെഷീന്റെ പ്രശ്നമുണ്ട്, ജനാധിപത്യ സംവിധാനമല്ല എന്ന് വളരെ സുതാര്യമായിട്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ ആ രീതിയിൽ മോശമാക്കുന്ന എല്ലാ രീതിയിലെ വർത്തമാനങ്ങൾ വരുന്നു. ആ വർത്തമാനങ്ങളെ ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടി ഉള്ള മാധ്യമങ്ങളും യൂട്യൂബുകളും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതൊക്കെ സോറസിന്റെയും അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ആൾക്കാർ ഫണ്ട് കൊടുക്കുന്നതാണ്. അപ്പൊ ഇത് തെളിയേണ്ടതുണ്ട്. കാരണം ജനങ്ങൾ അറിയണമല്ലോ, എന്നാലേ അന്വേഷണം വരുന്നത്. മാത്രമല്ല ചരിത്രത്തിലാദ്യമായിട്ടാണ് തന്നെ ഇത്തരത്തിലുള്ള അന്വേഷണം. അമേരിക്കക്കെതിരെയാണ് നമ്മൾ അന്വേഷണം പ്രഖ്യാപിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തെ പറ്റി അന്വേഷിക്കുമ്പോൾ ഈ അന്വേഷണം അമേരിക്കയിലേക്ക് പോകും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കഴിഞ്ഞ പ്രാവശ്യം ബൈഡൻ നമ്മൾക്കെതിരെ കൊണ്ടുവന്ന അവിടെ ഒരു പന്നൻ എന്ന് പറഞ്ഞ ഒരുത്തരുണ്ടല്ലോ, 24 മണിക്കൂർ ഇന്ത്യക്കെതിരെ പറയുന്ന, അല്ലെങ്കിൽ ബൈഡൻ ഇന്ത്യക്കെതിരെ പറയിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നവൻ, അവനെതിരെ നമ്മൾ അവനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് നമ്മളുടെ പേരിൽ ക്ലെയിം വെച്ച് അതിന് അന്വേഷണം വേണമെന്ന് പറഞ്ഞ രീതിയിലേക്ക് നിന്നു. അല്ലെങ്കിൽ അവിടുത്തെ ഒരു മജിസ്ട്രേറ്റ് കോടതിയെ കൊണ്ട് ഇവിടുത്തെ ജയശങ്കർ നോട്ടീസ് അയപ്പിച്ചു. അതേ വിഷയം തന്നെ നിജാർ അജ്ഞാതനായി കൊല്ലപ്പെട്ടു. ഖാലിസ്ഥാൻവാദിയാണ്. അത് ഈ പറയുന്ന തൊട്ടടുത്ത രാജ്യത്താണല്ലോ കാനഡയിലെ ആ വിഷയം വന്നപ്പോൾ പരമാധികാരത്തെ ബാധിക്കുന്ന വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കെതിരെ നീങ്ങുന്നതിന് വേണ്ടി ബൈഡൻ തയ്യാറായി. ഈ അമേരിക്കക്കെതിരെയാണ് ഇന്ന് നമ്മൾക്കെതിരെ ഈ രീതിയിൽ തിരിയാൻ പോയ, അല്ലെങ്കിൽ കേസെടുക്കാൻ പോയ, നമ്മുടെ പരമാധികാരത്തിനകത്തെ കടന്നു കയറാൻ വന്ന അമേരിക്കക്കെതിരെയാണ് നമ്മളിപ്പം അന്വേഷണം പ്രഖ്യാപിച്ചത്. ഡയറക്റ്റ് നമ്മൾ അമേരിക്കക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്നു പറയത്തില്ല. അല്ലെങ്കിൽ ഈ വിഷയം അന്വേഷിച്ചു പോകുമ്പോൾ, ഈ ഫണ്ട് അന്വേഷിച്ചു പോകുമ്പോൾ, ഇത് ആരിവിടെ വിനിയോഗിച്ചു എന്ന് അന്വേഷിക്കുമ്പോൾ, എന്തിനിവിടെ ഉപയോഗിച്ചു എന്ന് അന്വേഷിക്കുമ്പോൾ, ഇത് കൊടുത്തതാര്? അപ്പോൾ അത് കൊടുത്തത് ഇത്തരത്തിൽ അത് ന്യായമായിട്ട് വിനിയോഗിക്കാൻ പ്രാപ്തമായിട്ടുള്ളവർക്കാണോ ഇത്? അവിടുന്ന് ബൈഡന്റെ ഭാഗം, അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗം, ബൈഡൻ ആയിരുന്നല്ലോ അതിന്റെ അധികാരി, അല്ലെങ്കിൽ അവിടുത്തെ പ്രസിഡന്റ് കൊടുത്ത്
എന്നറിയണ്ടേ? അല്ലെങ്കിൽ ബൈഡന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ന്യായമല്ലാതെ സുതാര്യമല്ലാതെ അയാളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അമേരിക്കയുടെ പൈസ എടുത്ത് അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണത്തെ അട്ടിമറിക്കുന്ന രീതിയിലേക്കുള്ള ആൾക്കാരുടെ കയ്യിലാണോ കൊടുത്തതെന്ന് അറിയണമല്ലോ. അപ്പൊ ആ കടന്നുകയറ്റം നമ്മൾക്കെതിരെ നടത്തിയത് അമേരിക്കയാണോ എന്ന് അറിയണമല്ലോ. അതായത് അമേരിക്ക ഇത്തരത്തിൽ ഈ ബൈഡൻ ഭാഗമായിട്ട് നിൽക്കുന്ന പാർട്ടിയും അല്ലെങ്കിൽ ബൈഡൻ നേരത്തെയും പല രാജ്യങ്ങളുടെയും ഭരണ സംവിധാനത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി പണം ഉപയോഗിച്ചിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു എന്ന് നമ്മൾക്ക് തെളിയിക്കുന്നതിന്റെ കൂടെ തന്നെ അത്തരത്തിലുള്ള ആളാണെന്ന് വിളിച്ചു പറയേണ്ട അല്ലെങ്കിൽ ലോകം ചർച്ച ചെയ്യേണ്ടതിലേക്ക് കൊണ്ടുവരുന്നതിന് ട്രംപിനും താല്പര്യമുണ്ട്. ട്രംപ് പറഞ്ഞല്ലോ, ഞാൻ ഭരണത്തിലിരുന്ന 4 കൊല്ലം, അതിനുശേഷം പ്രതിപക്ഷത്തിരുന്ന അല്ലെങ്കിൽ തോറ്റ 4 കൊല്ലം, 8 കൊല്ലം ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട്, ഇതുപോലെ ഈ ഡീപ് സ്റ്റേറ്റ്, ഞാൻ ആ രാജ്യത്തിന് വേണ്ടി, എന്റെ രാജ്യത്തിന് വേണ്ടി, എന്റെ രാജ്യത്തിന്റെ സംസ്കാരത്തിന് വേണ്ടി, അവിടുത്തെ ദേശീയതയ്ക്ക് വേണ്ടി, അതിന്റെ അതിരുകളുടെ കാര്യം സംസാരിക്കുന്നതിന് വേണ്ടി, അവിടുത്തെ ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട്, എനിക്കെതിരെ വന്ന വ്യാജപ്രചരണം, എനിക്കെതിരെ നീങ്ങിയ പത്രങ്ങൾ, ഇതെല്ലാം ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമാണ്. ഒബാമയാണ് ഡീപ് സ്റ്റേറ്റിന്റെ തലവൻ. ഒബാമയെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബൈഡൻ എന്ന് പറയുന്ന പ്രസിഡന്റ് ആ ഒരു പ്രസിഡന്റ് എന്നുള്ള പദവിയിലിരിക്കുന്നതേ ഉള്ളൂ. എല്ലാം നിയന്ത്രിക്കുന്ന ഡീപ് സ്റ്റേറ്റ് ആണ്, അതിന്റെ തലവൻ ഒബാമയാണ്. ഇതിങ്ങനെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ പോലെ തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ട്രംപിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അപ്പൊ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു അന്വേഷണമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആ പറയുന്ന പൈസ, ഇവിടെ വന്നുകൊണ്ടിരുന്ന പൈസ, ഇവിടെ കൊല്ലാകൊല്ലങ്ങളിൽ 200 കോടി രൂപ വന്നത്, അത് ആർക്ക് കിട്ടി, എന്തിന് കിട്ടി, എന്തിന് പ്രതിപക്ഷ നേതാവ് അതിനു മുമ്പ് ലണ്ടനിൽ പോയി, എന്തിന് അമേരിക്കയിൽ പോയി, ഇവിടുത്തെ നമ്മുടെ ജനാധിപത്യത്തെ, നമ്മുടെ രാജ്യത്തെ പറ്റിയുള്ള കാര്യങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോയി ചർച്ച ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി. എന്തിന് വിദേശ രാജ്യങ്ങളിൽ ഗവൺമെന്റിനെ അറിയിക്കാതെ രഹസ്യമായിട്ട് അദ്ദേഹം പോന്നു. അവിടെ ചെന്ന് ഇന്ത്യക്കെതിരെ പറയുന്ന പല നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്തതിനു വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നു. അപ്പൊ ഈ രീതിയിലേക്കുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് തെളിയിക്കേണ്ടതുണ്ട്. കാരണം ഇതിനെ കൂട്ടുനിൽക്കും. ഇന്ത്യൻ എക്സ്പ്രസ് കഴിഞ്ഞ ദിവസം ഈ വിഷയത്തെ അല്ലെങ്കിൽ ഒന്നുമില്ല, അത് അങ്ങനെയല്ല, ഇവിടെ ഫണ്ട് കിട്ടിയിട്ടില്ല, ഇവിടെ ആരും മേടിച്ചിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് ഉള്ള ഒരു ലേഖനമൊക്കെ ആയിട്ട് ഇതിനെ ഒന്ന് വെള്ളം കുത്തുന്നതിന് വേണ്ടി. കാരണം അന്വേഷിക്കുമ്പോൾ ഈ പറയുന്ന സോറോസിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് കൈപ്പറ്റുന്ന, അതിന്റെ ഭാഗമായിട്ടിരിക്കുന്ന ഈ പത്രക്കാരുടെ കൂട്ടത്തിൽ വരുന്ന ആളാണ് ഈ ലേഖനം എഴുതിയിരുന്നത്. അപ്പൊ ആ രീതിയിലേക്കുള്ളതാണ് കാര്യം. കാരണം കാര്യങ്ങൾ പഴയതുപോലെ പോകത്തില്ല. ഇവിടെ ഈ പറയുന്നത് പോലെ ഇനിയും അട്ടിമറിയോ സോറോസിന്റെ കളിയോ ഒന്നും നടക്കത്തില്ല. അതിന് ഇന്ത്യ താല്പര്യപ്പെടുന്ന അതേ രീതിയിൽ തന്നെ അതിന് നേതൃത്വം ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്ന അമേരിക്കയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാത്ത ഭരണാധികാരികളാണ് അവിടെ എല്ലാം വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു ടീം വർക്കിന്റെ ഭാഗമാണ്. അപ്പോൾ ഇത് അന്വേഷിക്കും, വെളിച്ചത്ത് കൊണ്ടുവരും. ആരാണ് 2024 ഇവിടുത്തെ ഈ റഷ്യ നമ്മൾക്ക് മുൻകരുതൽ തന്നതുപോലെ അമേരിക്ക അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, ഇവിടുത്തെ ഭരണ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ എന്ന് പറഞ്ഞതുപോലെ അതിന് കൂട്ടുനിന്നതാര്, ബൈഡനെ കൂട്ടുപിടിച്ചതാര്, ആ രാഷ്ട്രീയ പാർട്ടി ആര്, ആ പ്രതിപക്ഷമാണ്, ആ ഏത് പത്രമാണ്, അതെല്ലാം അറിയാമെങ്കിലും അത് വളരെ വ്യക്തതയോടുകൂടി കൃത്യമായ അന്വേഷണത്തോടുകൂടി നിയമപരമായിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇവിടെ വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം തീരുമാനമെടുത്തിരിക്കുന്നത്. അതിന്റെ കാര്യമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിന് പൂർണ്ണ പിന്തുണ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. വളരെ നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.